പമ്പയിൽ തുടരുന്നവർക്ക് മകരജ്യോതി ദർശനത്തിന് ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശനത്തിന് അനുമതിയുള്ളൂ. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉച്ച മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് എത്തിയ തീർത്ഥാടകരും മടങ്ങാതെ അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. മകരജ്യോതി ദർശനത്തിനും മറ്റുമായി ഇത് പമ്പയിൽ വലിയ തിരക്കിന് കാരണമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഥുനുണ്ട്. മിഥുൻ, ഏത് രീതിയിലാണ് നിലവിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഏർപ്പെടുത്തിയിട്ടുള്ളത്? വിഷ്ണു, ഉച്ചവരെ പമ്പയിൽ തിരക്ക് ക്രമാനുഗതമായി കുറവായിരുന്നു. പക്ഷേ ഒരു മണിയോട് ശേഷം പമ്പയിൽ തിരക്ക് ക്രമാനുഗതമായി വർദ്ധിച്ചിട്ടുണ്ട്. രണ്ട് കാരണങ്ങളായിട്ട് പ്രധാനമായിട്ടും പമ്പയിൽ നിന്നും സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് മല ഇറങ്ങിയ ദർശനം പൂർത്തിയാക്കിയ ശേഷം മല ഇറങ്ങിയ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അതിനു കൂടാതെ ഈ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ കാത്തു കിടക്കുന്ന ഭക്തജനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശനം പൂർത്തിയാക്കിയ തമിഴ്നാട് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അവർ ഈ മകരജ്യോതി ദർശനം നടത്തുന്നതിന് വേണ്ടി ഈ പമ്പയിലേക്ക് പരിസര പ്രദേശങ്ങളിലുമൊക്കെ തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതും ഈ പമ്പയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം നല്ല രീതിയിലുള്ള ഭക്തജന തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ പമ്പയിൽ നടപ്പന്തലിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലുമെല്ലാം പോലീസ് ഈ ഭക്തജനങ്ങളെ തടഞ്ഞിരിക്കുകയാണ്. രാവിലെ 10:40 കൂടിയാണ് പമ്പയിൽ നിന്നും ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം തടയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 10:00 കൂടി തന്നെ പമ്പയിൽ ഭക്തജനങ്ങളെ തടയും. 10:00 ശേഷം ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പ് രാവിലെ മുതൽ തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള നടപടികളുമായിട്ട് 10:00 കൂടി തന്നെ പോലീസ് അധികാരികൾ മുന്നോട്ട് പോകുന്ന സാഹചര്യവും ഉണ്ടായി. നിലയ്ക്കലിൽ നിന്നും രാത്രിയിലെ 9:30 കൂടി ഭക്തജനങ്ങളെ തടയുക ചെയ്തു. അതിനുശേഷം ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ ഇപ്പോൾ നിലവിൽ കാണുന്ന നടപ്പന്തലിൽ, ഈ പമ്പയിലെ പ്രധാന നടപ്പന്തലിൽ വിശ്രമിക്കുന്ന സാഹചര്യമാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ നടപ്പന്തൽ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. ഇവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നൽകുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന പോലീസ് അധികാരികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഴുവൻ ഭക്തജനങ്ങളും ഇവിടെ 10:00 ശേഷം എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ ഈ നടപ്പന്തലിലും മറ്റ് ഭാഗങ്ങളിലുമൊക്കെയായിട്ട് വിശ്രമിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഭക്തജനങ്ങൾക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 10:00 ശേഷമുള്ള സമയങ്ങളിൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടക്കുന്നതിനുള്ള മുഴുവൻ വഴികളും പോലീസ് തടസ്സം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നില്ല. അതിനുള്ള എല്ലാ മാർഗങ്ങളും തടഞ്ഞിരിക്കുകയായിരുന്നു ഈ 10:30 കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ. അതിന് മുൻപ് വന്ന ഭക്തർക്ക് മാത്രമാണ് സന്നിധാനത്തേക്ക് ഇന്ന് പ്രവേശനം സാധ്യമായത്. ഇനി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ വിശ്രമിക്കുന്ന ഈ ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് കടക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. അത് രാത്രി 9 മണിക്ക് ശേഷമുള്ള സമയമായിരിക്കും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്.